അങ്ങനെ നമ്മുടെ നിധിയും സുധീഷും കൂടി ഇങ്ങനെ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരം പോയി കഴിയുമ്പോഴാണെങ്കിൽ നമ്മുടെ നിധിയാണെങ്കിൽ വീഴാൻ പോകുന്നുണ്ട്. നമ്മുടെ സുധീഷ് അറിയാതെ ഒരു കല്ലിൻ്റെ മുകളിൽ കൂടെ സൈക്കിൾ കയറ്റിയിട്ടുണ്ട്. ആ സമയത്ത് ഒരു സ്ത്രീ വന്ന് പറയുന്നുണ്ട്, കുട്ടിയെ നീ ബാക്കിലിരിക്കേണ്ട, ഇനി അങ്ങോട്ട് റോഡ് വല്ലാത്ത മോശമാണ്, നീ മുന്നിൽ ഇരുന്ന് നോക്കാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷിനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാവുന്നത്. നിധിയാണെങ്കിൽ മനസ്സോടെ ഇനി വീഴുമെന്ന് പേടിച്ചിട്ട് നമ്മുടെ സുധീഷിൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. കുറേ ദൂരം പോയി കഴിയുമ്പോൾ നമ്മുടെ സുധീഷിനാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്. ഇനി റൗണ്ട് പോകണമെന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി പറഞ്ഞു, എനിക്ക് വല്ലാത്ത വിശപ്പ്, ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം, എനിക്ക് ഇനി മുന്നോട്ട് പോകാനാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷ് എങ്ങനെയെങ്കിലും പോകണ്ടേ, അവൾ പറയല്ലേ വിചാരിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കുന്നുണ്ട്. സുധീഷാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്. പാട്ടും ഡാൻസും ഒക്കെ കളിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചാന്ദിനി സുഭാഷേട്ടന് വിളമ്പി തരണോ, എന്താ നിങ്ങൾ കഴിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഓ ചാന്ദിനിക്ക് എന്തോ ഒരു അടുപ്പാണ് നമ്മുടെ സുഭാഷേട്ടനോടെന്ന് പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഭക്ഷണം കഴിക്കണതാണ് പിന്നെ കാണിക്കുന്നത്. അപ്പുറത്ത് നമ്മുടെ നീതുവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി ചീത്ത പറയുന്നതാണ് പിന്നെ കാണിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ നീതുവിനോട് പറയും, നീ സത്യം പറ, നീ ശരിക്കും ഗർഭിണിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവളുടെ അമ്മ. അതെ. ആ സമയത്ത് നമ്മുടെ നീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ എന്നെ കൊണ്ടേ കല്യാണം കഴിപ്പിക്കുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം സത്യം പറയാതിരിക്കുകയാണ് ഭേദം എന്ന് പറഞ്ഞിട്ട്, അതെ ഞാൻ ഗർഭിണിയാണ്, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ 2 മാസം ഗർഭിണിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നീതുവിൻ്റെ ഏട്ടന് ദേഷ്യം വന്നിട്ട് നമ്മുടെ നീതുവിൻ്റെ കയ്യിൽ ഫോൺ കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട്, വിളിക്കുക അവനെ, വിളിക്കുക, ഹരീഷിനെ വിളിക്കുക, എനിക്ക് 2 വാക്ക് അവനോട് പറയാണ്ടെന്നും പറയുന്നുണ്ട്. ഹരീഷാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് ഫോൺ എടുത്തിട്ട് പുറത്തേക്ക് വന്നിട്ട് ഹലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നീതുവിൻ്റെ ഏട്ടൻ ഒരുപാട് തെറി വിളിക്കുന്നുണ്ട്. നിന്നെ ഞാൻ കാണിച്ചു തരാടാ, എൻ്റെ പെങ്ങളെ ഗർഭിണിയാക്കിയിട്ട് നീ മുങ്ങിയില്ല, നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ഹരീഷിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ അവൻ പറയണേ, എന്താ അവിടെ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ നീതുവിൻ്റെ ഏട്ടൻ ഫോൺ കട്ടാക്കുന്നുണ്ട്. എന്തായാലും പിന്നെ നീതുവിൻ്റെ ഏട്ടൻ അവൻ്റെ അമ്മോട് പറയുന്നുണ്ട്, ഇവനോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, അവൻ്റെ ഏട്ടൻ സുഭാഷിനെ വിളിക്കും, സുഭാഷിനോട് പറഞ്ഞിട്ടേ വല്ലതും കാര്യമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സുഭാഷിൻ്റെ നമ്പർ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ നീതുവിനോട്. നീതു പറഞ്ഞു, എൻ്റെ അടുത്ത് ഇല്ല സുഭാഷേട്ടൻ്റെ നമ്പർ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നീതുവിൻ്റെ അമ്മ പറയുന്നത് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ സുഭാഷേട്ടനും ഒരുപാട് തെറി കേൾക്കുന്നുണ്ട്. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ മക്കൾ അനിയനക്കന്മാരൊക്കെ വലിയ നന്മയുള്ളവരാണ്, നിങ്ങൾ അനിയൻ എൻ്റെ മകളെ ഗർഭിണിയാക്കിയിട്ട് ഇവിടുന്ന് മുങ്ങിയനാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുഭാഷേട്ടനും ഒരുപാട് തെറി വിളിക്കുന്നുണ്ട്. നമ്മുടെ സുഭാഷേട്ടനാണ് സഹിക്കില്ല. സുഭാഷേട്ടൻ്റെ ഫോൺ കട്ട് ചെയ്തതിന് നമ്മുടെ ഹരീഷിനെ ചെകിടത്തേക്ക് ഒന്ന് കൊടുക്കുന്നുണ്ട്. നീ എന്ത് കാണിച്ചടാ, എന്തിനാ ആ കുട്ടിയെ ഗർഭിണിയാക്കിയ, ഒരു ചെറിയ പെണ്ണിൻകുട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അടി കൊടുക്കേണ്ട. ഹരീഷിനാണെങ്കിൽ ആകെ സങ്കടമാവേണ്ടത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.